നമസ്കാരം. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച മലയാളം ഉപപാഠ പുസ്തകം ഇന്ദുലേഖ. അതിനെ ഉപമിച്ചുകൊണ്ട് വി ഡി സതീശന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ദുലേഖയിലെ നമ്പൂതിരിപ്പാടിന്റെ അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷിമന്ത്രി പി പ്രസാദ് ഒരു കമന്റ് അടിച്ചിരുന്നത്. സത്യത്തിൽ ഈ കമന്റ് അടിക്കാൻ ഇടതുപക്ഷത്തിന്, LDFന്, CPMന് യോഗ്യത ഉണ്ടോ എന്നറിയാൻ വയ്യ. ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LDFൽ ഇന്ന് കുറെ ആൾക്കാർ നിൽക്കുന്നത്, അതായത് ബോധവും പൊക്കണവുമുള്ള കുറെ പേരുണ്ട്. അവർ നിൽക്കുന്നത് എങ്ങനെ ഇനിയിപ്പോ മറുകണ്ഠം ചാടി എന്ന് പറയും, അല്ലെങ്കിൽ പിണറായിയെ തള്ളി പറയണ്ടേ, CPMനെ തള്ളി പറയണ്ടേ, ആ പാർട്ടിയോട് കുറച്ച് സ്നേഹമുള്ളത് കൊണ്ടും മറുഭാഗത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് പിന്നെ ഒരു കുലംകുത്തി വർഗവഞ്ചകൻ എന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പൊ ആ വിളിയൊക്കെ കേൾക്കണ്ട എന്ന് കരുതിയിട്ട് ക്ഷമിച്ച് നിൽക്കുന്ന ആൾക്കാർ. പക്ഷേ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടല്ലോ, പൊതുജനങ്ങളുടെ പ്രതികരണം, ആ പ്രതികരണം എത്ര കണ്ടാണ് അവർ കേട്ടോണ്ടിരിക്കുക? ഈ ജനങ്ങളുടെ തെറിവിളിയും എല്ലാം, ഈ ഭരണത്തിന്റെ കോട്ടങ്ങളും എല്ലാം എണ്ണി പറയുമ്പോൾ അവനവന്റെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ചിലർക്കുണ്ടാവും. സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ചിലർ, അതായത് സ്വന്തം നാട്ടിലെങ്കിലും മറ്റുള്ളവരോട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, അല്ലെങ്കിൽ തങ്ങളുടെ മണ്ഡലത്തിലെങ്കിലും തങ്ങളുടെ പ്രവർത്തന മേഖലയിലെങ്കിലും അത്തരത്തിൽ ഇറങ്ങി നടക്കുന്ന ചിലരുണ്ട്. അവരോട് ചോദിക്കും, ആ ചോദ്യത്തിന് മറുപടി പറയാൻ അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുത്തുണ്ടാവും. ആ കുത്ത് അങ്ങനെ തന്നെ നിന്ന് അവസാനം ഇനി രക്ഷയില്ല, ഇനി നമുക്ക് ചാടിയേക്കാം എന്ന് കരുതിയിട്ടാണ് ഒരുപക്ഷെ അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷും, അതുപോലെ നടന്മാര് പ്രേമകുമാർ, ജയൻ ചേർത്തല, ഇങ്ങനെ കുറച്ചു പേര്, ഇവരൊക്കെ നേരെ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഇനിയും വലിയ ഒരു ഒഴുക്ക് കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ കേമനായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കടൽക്കടവന്മാർ കേമന്മാരായിട്ടോ ഒന്നുമല്ല. ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ വലിയൊരു പൂജ്യമാണ്. എന്നാൽ കേരളത്തിന് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുറെ കടങ്ങൾ കിട്ടി. അതായത് CPMന്റെ ഭരണം ഈ 10 വർഷം തുടങ്ങുന്നതിന് മുമ്പ് കേരളപ്പിറവി മുതൽ അതുവരെയുള്ള കടം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 1.something ലക്ഷം കോടിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇന്ന് 6 ലക്ഷം കോടിയിലേക്ക് എത്തി നിൽക്കുക. അത്രത്തോളം കടം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വാങ്ങിക്കൂട്ടി. പക്ഷെ ഒരു ആശ്വാസമുള്ളത്, അത്രയും ധൂർത്തടിച്ചു, ഒരുപാട് ചെയ്തു, ഇപ്പോഴും ധൂർത്തുണ്ട്. പെൻഷൻ വാങ്ങാൻ പോലും പണമില്ല എന്നുണ്ടെങ്കിലും അടിച്ചു മാറ്റണമെന്ന് ഒരു കുറവുമില്ല, ധൂർത്തിനും കുറവില്ല. കാർ വാങ്ങലും ബാർ വാങ്ങലും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, മുറയ്ക്ക് നടക്കുന്നുണ്ട്. അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചു മാറ്റി. അതിനുശേഷം ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയതിന് എന്തൊക്കെ അടിച്ചു മാറ്റി എന്നുള്ള കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ പറയുന്ന നേതാക്കൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് മറുപടി പറയാന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എളുപ്പമാർഗം അതിനോടുള്ള ഒരു പ്രതിഷേധം എന്ന കണക്കെ പാർട്ടി വിടുക എന്നുള്ളതാണ്. ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസിന് ഗുണം കിട്ടിയേക്കും. കിഴവന്മാരൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഈ അനുഭവ സമ്പത്തുള്ള ജനങ്ങളെ ഒന്ന് ലെവലാക്കണമെന്ന് കരുതുന്നവർ ഒരു പക്ഷെ രക്ഷപ്പെട്ടാലും, ഏതായാലും കുറെ കടമൊക്കെ വരുത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാലങ്ങളും കുറച്ച് റോഡുകളും കുറച്ച് കെട്ടിടങ്ങളും, ഇത് മൂന്നും മറ്റേത് സർക്കാരിന്റെ കാലത്തെക്കാളും കേമത്തരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറ്റം പറയുമ്പോൾ സംഭവിച്ച നല്ല കാര്യങ്ങൾ പറയണമല്ലോ. പക്ഷേ അതൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത് ഏത് സർക്കാരിന് ഉണ്ടാക്കാൻ കഴിയുന്നതായിരുന്നു. നികുതിപ്പണം അത് കളക്ട് ചെയ്തുകൊണ്ട് കൈയിട്ട് വാരാതെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ വരുമാനം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഈ പറഞ്ഞ വികസനങ്ങൾ, പാലങ്ങളായാലും റോഡുകളായാലും കെട്ടിടങ്ങളായാലും സ്കൂളുകൾക്കും ആശുപത്രികൾക്കും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിനൊക്കെ ചെലവഴിക്കാൻ ആവശ്യമായ പണം അങ്ങനെ കണ്ടെത്തുന്നതിന് പകരം ഈ പാർട്ടി ചെയ്തിട്ടുള്ള, CPM ചെയ്തിട്ടുള്ള, പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് കേരളത്തിന്റെ റവന്യൂ സോഴ്സ് ഇല്ലാതാക്കി എന്നുള്ളതാണ്. വ്യവസായമല്ല ഇവിടെ. ഇപ്പോൾ നികുതി വരുമാനം കുറവാണ്. ഇപ്പോ വരുമാനം തന്നെ കുറവാണ്. ഇപ്പൊ KSRTCന്റെ കഥ എന്ന് എടുത്ത് നോക്ക്. KSRTC ഇപ്പൊ ലാഭത്തിലാണെന്ന് KB ഗണേഷ്കുമാർ പറയുന്നുണ്ട്. വലിയ ലാഭത്തിലാണ് പോകുന്നത് എന്ന്. പക്ഷെ ശമ്പളം കൊടുക്കാൻ തകയുന്നുണ്ടോ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതാണ്. അത്രത്തോളം ആൾക്കാരാണ് ഉള്ളത്. അതുപോലെ സർക്കാർ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ, ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് ആവശ്യമില്ലാത്ത കുറെ ഒപ്പിടൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ ഓഫീസിൽ വന്നിരിക്കും, താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്തു വെക്കുന്ന കുറെ കാര്യങ്ങൾ മേലേക്ക് ഒപ്പിടാൻ വേണ്ടി മാത്രം അവരുടെ മുന്നിൽ കൊണ്ടുവരും. അവർ ഒപ്പിട്ടും കൊടുക്കും. അതൊരു തസ്തിക മാത്രമാണ്, ഒരു ഒപ്പിടൽ തസ്തിക. സത്യത്തിൽ അതൊക്കെ നിർത്തലാക്കണം. വരുന്ന രേഖകളെല്ലാം ഓൺലൈൻ ആക്കാൻ വേണ്ടി ആവശ്യമായ സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ മുറയ്ക്ക് കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കാൻ പറ്റും.
പക്ഷെ ഇത്ര അധികം ഉദ്യോഗ വൃന്ദങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇവിടെ കിടക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. അത് മുറ പോലെ നടക്കുള്ളൂ. മാത്രമല്ല ഫയൽ കെട്ടിവെച്ചെങ്കിലേ ഒരു സുഖമുള്ളൂ. ഉപ്പിടൽ രാജാവ് അവിടെ നിൽക്കല്ലേ. ആ ഉപ്പിടൽ രാജാവ് ഒന്ന് ലീവ് ആകണമെന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ കിടന്നു. മറ്റേ ഓൺലൈൻ ആകുമ്പോൾ അതിന്റെ പ്രോസസ്സ് അതുപോലെ നടക്കും. ഓരോ മേഖലയിലുള്ളത് പരിശോധിച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തങ്ങ് വിടുക. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം കൂടി ഇവിടെ കൊണ്ടുവരേണ്ടതാണ്. അതിന്റെ സ്ഥാനത്ത് ഇത്രയധികം ഉദ്യോഗസ്ഥരുള്ളത് കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ ഈ ഖജനാവിലേക്കുള്ള വരുന്ന പണം തികയുന്നില്ല എന്നാണ് പറയുന്നത്. തികയുന്നുണ്ടാവും, പക്ഷെ കൈയിട്ട് പാറലെല്ലാം കൂടെ നടക്കുന്നില്ലല്ലോ. ഈ ഇറങ്ങി പോകാൻ നേരത്തെ ഒരു കാർ വാങ്ങിയത് നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഒരൊറ്റ ദിവസം ഉറങ്ങാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ ചെലവാക്കിയതെന്ന് നമുക്കറിയാം, ഒരു രാത്രിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഒരു വീട് എന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ ലൈഫ് മിഷന്റെ ഒരു വീടിനാകെ 4 ലക്ഷമാണ് ചെലവഴിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ ഒരു ദിവസം 2 ലക്ഷം രൂപ എന്നുണ്ടെങ്കിൽ ഈ പാവം ജനങ്ങൾ അവർക്ക് ജീവിതകാലം മുഴുവൻ ഉറങ്ങാൻ 4 ലക്ഷം കൊടുക്കുന്നതിന്റെ സാങ്കത്യം കൂടെ ഇവർ ചിന്തിക്കുന്നുണ്ടാവും ഈ പറഞ്ഞ പാർട്ടി വിടുന്നവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നാണക്കേടാണ്. ഇവരെ 10 വർഷം തുടർഭരണം കിട്ടിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ കുറച്ച് റോഡുകൾ, കുറച്ച് കെട്ടിടങ്ങൾ, കുറച്ച് പാലങ്ങൾ ഇതെല്ലാം പൂർത്തിയായി. പക്ഷേ അതൊക്കെ ഉപയോഗിക്കേണ്ട ജനങ്ങൾ നാടുവിടുന്നു, കുട്ടികൾ ഇവിടെ നിന്ന് നാടുവിടുന്നു. അതാണ് നിലവിലെ അവസ്ഥ. ഈ മന്ത്രിസഭയിലെ മിക്കവാറും എല്ലാവരും അത്തരത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമായി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എവിടെയും എത്തിയില്ല. കാണിച്ചു, അത് റോഡ് അടിപൊളി റോഡ് കണ്ടോ, നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ, നിങ്ങൾക്ക് സഞ്ചരിച്ചുകൂടെ. ശരിയാണ്, അതേ റോഡ് നന്നായി, പക്ഷെ അതിലൂടെ വണ്ടി ഓടിക്കാൻ ആൾ വേണ്ടേ? വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതുമില്ല. കുറെ മണ്ടൻ നിയമങ്ങളും മണ്ടൻ തീരുമാനങ്ങളും എടുക്കുന്നു. 2026 നമ്മൾ എത്തിച്ചേർന്നത് അറിയാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് കരുതുന്ന തൊഴിലാളി സംഘടനകളും അവരുടെ നേതാക്കളും പിന്നെ അവരെല്ലാം നയിക്കുന്ന പാർട്ടിയും ഒക്കെ ഇവിടെ നിലകൊള്ളുമ്പോൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരാൻ സാധ്യത കുറവാണ്. നികുതി പണം വരണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവരുടെ വരവ്, അവരുടെ ജനങ്ങൾ ഒരുപക്ഷെ എങ്ങനെ കിടന്നാലും സംസ്ഥാന ഖജനാവിലേക്ക് പണം വരുന്നുണ്ട്. നമ്മുടെ സ്ഥാനത്ത് എല്ലാം പുറത്തേക്ക് പോകണം. ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കാലത്ത് നമ്മുടെ നാട് മുഴുവൻ ഈ ബംഗാളികളൊക്കെ എത്തുന്നതിന് മുമ്പ് അണ്ണന്മാരെന്നാ പറയുന്നത്, തമിഴന്മാരായിരുന്നു ഇവിടെ കേരളം മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത്. അറിയാമല്ലോ. ഒക്കെ അണ്ണന്മാരെ പണിക്ക് വരുത്തുക. തമിഴന്മാരെ അണ്ണാച്ചി എന്നാ പറയാ തെക്കൻ കേരളത്തിൽ. അണ്ണാച്ചിമാരെ പണിക്ക് വിളിക്കുക. ഇപ്പോൾ ഒറ്റ അണ്ണാച്ചി ഇവിടെ ഇല്ല. അവരിങ്ങോട്ട് വരാതെ അവിടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം എത്തുന്നത് കൊണ്ടും നല്ലൊരു പരിധിവരെ അവർ കൃത്യമായി അത് വിനിയോഗിക്കുന്നത് കൊണ്ടുമാണ് സൗജന്യ യാത്രയും മറ്റും എല്ലാം അവിടെ സാധിക്കുന്നത്. സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്രയാണ്. വളരെ കുറഞ്ഞ ചാർജേ ഉള്ളൂ. കറണ്ട് ബില്ലൊക്കെ ഇവിടെ ഒരു 500 യൂണിറ്റിന്റെ ഇവിടുത്തെ ചാർജും അവിടുത്തെ ചാർജും എടുക്കണമെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ രീതിയിലൊക്കെ അവിടെ കൊടുക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ സർക്കാരിന് അതിലേറെ വരുമാനം ഇവിടെ ഉണ്ടാക്കാനും മറ്റും സാധിക്കുമെന്നിരിക്കെ അനാവശ്യമായിട്ടുള്ള യൂണിയനുകളും ഈ വരുമാനമില്ലായ്മയും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് യുവാക്കൾ ഇപ്പൊ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം 1ാം റാങ്കുകാരി ജോലി കിട്ടാതെ ആ ലിസ്റ്റ് അവസാനിക്കുന്നത് ആ കണ്ണീര് നമ്മൾ കണ്ടതാണ്. അതാണ് നിലവിലെ അവസ്ഥ. എല്ലാം പിൻവാതിൽ നിയമനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഈ കേരളത്തോട് ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ, മറ്റുള്ളവർ, അവർ മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ആര് തന്നെ ആയിരുന്നാലും അവരൊക്കെ ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു മാറ്റം, അത് വി.ഡി. സതീശനും ടീമും അത് ചെയ്യുമല്ലോ എന്നുള്ളതല്ല, ഒരു പ്രതിഷേധം എന്നോണം CPM-ൽ നിന്നും CPI-യിൽ നിന്നും ഒക്കെ ഇടതുപക്ഷത്തിൽ നിന്ന് LDF-ൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പുറത്തേക്ക് വരേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീനാഥ് കുഞ്ഞമ്മന്റെ കഥ തന്നെ നമുക്കറിയാം. അത്തരത്തിൽ ഒരുപാട് പേർ നേരെ ഇപ്പുറത്തെ ചേരിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഉണർവുണ്ടാവും. ഇവർക്ക് ഇവരുടെ തെറ്റുകൾ ഏകദേശം മനസ്സിലാക്കിയിട്ട് ഈ കടൽക്കടന്മാരോടൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ CPM-ന്റെ അന്ത്യം ഇവിടെ തീരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ അതാണ് നോക്കുന്നത്. കാര്യം പാർട്ടി ഇല്ലാതാവൂല, ഭരണം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, പക്ഷെ നേതാക്കന്മാരെല്ലാവരും പാർട്ടി വിട്ടാൽ ആരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും? എങ്ങനെ ആൾക്കാർ ജയിക്കും? ചുരുക്കം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ 2026 തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് CPM ഭരണം അപ്രത്യക്ഷമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതോടുകൂടി കേരളത്തിലും CPM-ന്റെ കാര്യം തീരുമാനമാകും. Different angles. Don't forget to subscribe and support this channel.